ഹലോ, വെൽക്കം ടു ബി ഫോർ യു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒക്ടോബർ മാസത്തിലെ ആദ്യ ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകുന്നത്. 10 ലക്ഷം രൂപയും സ്വർണ്ണ കമൽ മുദ്രയും ഫലകവുമാണ് ബഹുമതി. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകുന്നത്. 10 ലക്ഷം രൂപയും സ്വർണ്ണ കമൽ മുദ്രയും ഫലകവുമാണ് ബഹുമതി. ഇനി ജ്ഞാനപീഠം ജേതാവ് അമിതാവ് ഘോഷിന് കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ പാക് ക്യോങ് നീ പുരസ്കാരം. ഏകദേശം 88 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ജ്ഞാനപീഠം ജേതാവ് അമിതാവ് ഘോഷിന് കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ പാക് ക്യോങ് നീ പുരസ്കാരം. ഏകദേശം 88 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ഇനി മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ പേരിലുള്ള പുരസ്കാരം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ പേരിലുള്ള പുരസ്കാരം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്. ഇനി അയനം CV ശ്രീരാമൻ കഥാപുരസ്കാരം S സിത്താരയ്ക്ക്. ഇനി രാജ്ദീപ് സർദേശായിക്ക് ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം. വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ച ഇന്ത്യൻ വംശജയായ തേജസ്വി മനോജ് ടൈം മാഗസിൻ കിഡ് ഓഫ് ദ ഇയർ 2025 ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ച ഇന്ത്യൻ വംശജയായ തേജസ്വി മനോജ് ടൈം മാഗസിൻ കിഡ് ഓഫ് ദ ഇയർ 2025 ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരം രമേശ് ചെന്നിത്തലയ്ക്ക്. APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരം രമേശ് ചെന്നിത്തലയ്ക്ക്. ഇനി G ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരത്തിന് ഗായകൻ MG ശ്രീകുമാർ അർഹനായി. G ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരത്തിന് ഗായകൻ MG ശ്രീകുമാർ അർഹനായി. ഇനി ചലച്ചിത്ര നടി ഷീല, ഗായിക PK മേദിനി എന്നിവർക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ വയോസേവന അവാർഡുകൾ. ചലച്ചിത്ര നടി ഷീല, ഗായിക PK മേദിനി എന്നിവർക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ വയോസേവന അവാർഡുകൾ. മികച്ച സഹനടനുള്ള എമ്മി പുരസ്കാരം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും പുരസ്കാര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നടനുമായി അഡോളസെൻ്റ് എന്ന പരമ്പരയിലെ 15 വയസ്സുകാരൻ ഓവൻ കൂപ്പർ. എമ്മി ഡ്രാമ സീരീസിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വർഗക്കാരനെന്ന നേട്ടം സെവറൻസിലൂടെ സ്വന്തമാക്കി ട്രാമൽ ടീൽമാൻ. മികച്ച സഹനടനുള്ള എമ്മി പുരസ്കാരം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും പുരസ്കാര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നടനുമായി അഡോളസെൻ്റ് എന്ന പരമ്പരയിലെ 15 വയസ്സുകാരൻ ഓവൻ കൂപ്പർ. എമ്മി ഡ്രാമ സീരീസിലെ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വർഗക്കാരനെന്ന നേട്ടം സെവറൻസിലൂടെ സ്വന്തമാക്കി ട്രാമൽ ടീൽമാൻ. ഇനി മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങളിൽ
തദ്ദേശ സ്ഥാപന വിഭാഗത്തിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന് 1-ാം സ്ഥാനം. മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങളിൽ തദ്ദേശ സ്ഥാപന വിഭാഗത്തിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന് 1-ാം സ്ഥാനം. 2023-24 ആർദ്ര കേരള പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ: ജില്ലാ പഞ്ചായത്ത് ഇടുക്കി, മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, കോർപ്പറേഷൻ തിരുവനന്തപുരം, ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം, ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പാലക്കാട്. ജില്ലാ പഞ്ചായത്ത് ഇടുക്കി, മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, കോർപ്പറേഷൻ തിരുവനന്തപുരം, ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം, ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പാലക്കാട്. ഇനി പ്രതിരോധ വകുപ്പിൻ്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കി അമേരിക്ക. പ്രതിരോധ വകുപ്പിൻ്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കി അമേരിക്ക. ക്ലാസ് മുറികളിൽ സ്മാർട്ട് ഫോൺ നിരോധിച്ച് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യ ഇൻ്റർനാഷണൽ ടീ കൺവെൻഷൻ കൊച്ചിയിൽ നടന്നു. ഡോക്ടർ കെ. ആശ രചിച്ച മാധവിക്കുട്ടിയുടെ ജീവചരിത്രം മാധവിക്കുട്ടി കടലിൻ്റെ നിറങ്ങൾ പ്രകാശനം ചെയ്തു. ഡോക്ടർ കെ. ആശ രചിച്ച മാധവിക്കുട്ടിയുടെ ജീവചരിത്രം മാധവിക്കുട്ടി കടലിൻ്റെ നിറങ്ങൾ പ്രകാശനം ചെയ്തു. ഇനി അക്രമകാരിയായ വന്യജീവിയെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്ന് കേരളം. അക്രമകാരിയായ വന്യജീവിയെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്ന് കേരളം. ഇനി ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ ലോക സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം. ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ ലോക സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം. ഇനി മൈക്ക് വാട്സ് UN-ലെ US സ്ഥാനപതിയായി നിയമിതനായി. മൈക്ക് വാട്സ് UN-ലെ US സ്ഥാനപതിയായി നിയമിതനായി. ഇനി ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ SUV കാറുകൾ കണ്ടെത്താൻ കസ്റ്റംസും EDയും നടത്തിയ സംയുക്ത അന്വേഷണമാണ് ഓപ്പറേഷൻ നുംഖോർ. ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ SUV കാറുകൾ കണ്ടെത്താൻ കസ്റ്റംസും EDയും നടത്തിയ സംയുക്ത അന്വേഷണമാണ് ഓപ്പറേഷൻ നുംഖോർ. ഇനി തീരസംരക്ഷണ സേനയുടെ കോസ്റ്റ് ഗാർഡ് 5ാമത് ആഗോള ഉച്ചകോടി 2027 ചെന്നൈയിൽ നടക്കും. തീര സംരക്ഷണ സേനയുടെ 5ാമത് ആഗോള ഉച്ചകോടി 2027 ചെന്നൈയിൽ നടക്കും. ഇനി അസമിലെ ഗോലാഘട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റ് സ്ഥാപിതമായത്. അസമിലെ ഗോലാഘട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റ് സ്ഥാപിതമായത്. ഇനി സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ആദരം. സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ആദരം. ഇനി കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള നീല സമ്പദ് വ്യവസ്ഥ ബ്ലൂ ഇക്കണോമി കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടന്നു. കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള നീല സമ്പദ് വ്യവസ്ഥ ബ്ലൂ ഇക്കണോമി കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടന്നു. ഇനി ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടി കിരൺ ദേശായിയുടെ ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ഇനി കവി BK ഹരിനാരായണൻ രചിച്ച MS സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രം ശിവം ശുഭം ദി ബയോഗ്രഫി ഓഫ് എ കപ്പിൾ പുറത്തിറങ്ങി. കവി BK ഹരിനാരായണൻ രചിച്ച MS സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രം ശിവം ശുഭം ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ
പുറത്തിറങ്ങി. ഇനി സംസ്ഥാനത്തെ യൂട്യൂബ് ചാനലുകൾക്ക് ലൈസൻസ് ഏർപ്പെടുത്താൻ കർണാടക. ഇനി ദേശീയ ബഹുമതിയായ സ്വദേശ് സമ്മാൻ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് KSFE. ദേശീയ ബഹുമതിയായ സ്വദേശ് സമ്മാൻ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്. ഇനി കൊച്ചിയാണ് കേരള അർബൻ കോൺക്ലേവിന് വേദിയായത്. കൊച്ചിയാണ് കേരള അർബൻ കോൺക്ലേവിന് വേദിയായത്. 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവ് അങ്കമാലിയിൽ നടന്നു. 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവ് അങ്കമാലിയിൽ നടന്നു. ഇനി മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലാം ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി. ഇനി മഹാരാഷ്ട്ര ഗവർണറായി ആചാര്യ ദേവവ്രത് നിയമിതനായി. മഹാരാഷ്ട്ര ഗവർണറായി ആചാര്യ ദേവവ്രത് നിയമിതനായി. ഇനി ശ്രീനിധി സുരേഷ് മിസ് കേരള 2025 തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീനിധി സുരേഷ് മിസ് കേരള 2025 തിരഞ്ഞെടുക്കപ്പെട്ടു. സെബാസ്റ്റ്യൻ ലെഗോർണു ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. സെബാസ്റ്റ്യൻ ലെഗോർണു ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. പവൻകുമാർ ശർമ്മയെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ചു. പവൻകുമാർ ശർമ്മയെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ചു. പരമിത്ര ത്രിപാഠി കുവൈത്തിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതയായി. പരമിത്ര ത്രിപാഠി കുവൈത്തിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതയായി. ഇനി ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി വിവേക് ഗുപ്തയെ തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി വിവേക് ഗുപ്തയെ തിരഞ്ഞെടുത്തു.